തിരക്കഥാരചനയിൽ പിന്തുടരുന്ന മാർഗങ്ങളെപ്പറ്റി ശ്രീ ബാബു ജനാർദ്ദനുമായുള്ള സംഭാഷണം തുടരുന്നു. നടന്മാർ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചില കറക്ഷൻസ് വേണ്ടി വരും. ചില ആളുകളുടെ ബോഡി സ്ട്രക്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വ്യത്യാസം ഉണ്ടാവും, ചിലരുടെ പെർഫോമൻസിൻ്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ ഇതിൽ മാറ്റം വരുത്തുമോ? സ്ക്രീൻ പ്ലേ മിക്കവാറും ഈ തിരക്കഥയുടെ ഒരു തിരുത്തലും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവാറുണ്ട്. ഇപ്പം ഡയറക്ടർ വായിച്ച് കഴിഞ്ഞിട്ട് ഡയറക്ടറായ സെഷൻസ് ഉണ്ടാകും, അതിന് മാറ്റം ഉണ്ടാകും. പിന്നെ ലൊക്കേഷൻ വരുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ടാകും. അതൊക്കെ ഈ ഞാൻ കൊടുക്കുന്ന ഇത് തിരക്കഥ എഴുതി പൂർത്തിയാക്കുന്നതിന് വരെയുള്ള ഇതാണ്. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ അത് പിന്നെ വളരെ ആൾക്കാരുടെ സൗകര്യം അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. തലപ്പാവ് പോലെയുള്ള സിനിമകൾ ഒരു അക്കാഡമിക് ലെവലുള്ള അക്കാഡമിക് രീതിയിൽ ചെയ്തിട്ടുള്ള കുറേ കൂടി ഗൗരവമുള്ള സിനിമകളാണ്. അപ്പോൾ ഈ അത് കുറേ കൂടി പേഴ്സണൽ സിനിമകളോട് ചേർന്ന് നിൽക്കുന്ന സിനിമയാണ്. അതേസമയം വർണ്ണപ്പകിട്ട് പോലെയുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിം, ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ. അപ്പോൾ ആ സിനിമകളുടെ ഒരു എഴുത്തിലും ഇതേ രീതി തന്നെയാണ്, തുടർച്ചയായിട്ട് എഴുതി പോകുന്ന രീതി തന്നെയാണ്. തീർച്ചയായിട്ടും വൺ ലൈൻ വെച്ച് ഇല്ല വൺ ലൈൻ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. വൺ ലൈൻ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഒത്തിരി സിനിമകൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ വര ഏത് തരത്തിലാണ് ഒരു കഥാപാത്രത്തിൻ്റെ ഘടന ഉണ്ടാക്കുന്നതിലൊക്കെ സഹായിച്ചിട്ടുള്ളത്? അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ്, അച്ഛനുറങ്ങാത്ത വീട്ടിൽ സാമുവലിൻ്റെ ക്യാരക്ടർ ആദ്യം ബാബു സ്കെച്ച് ചെയ്യുകയും സലീം കുമാറിനെ പിന്നെ നമ്മൾ അതേ രൂപത്തിലാണ് പ്രസൻറ്റ് ചെയ്തത്, അതേ കണ്ണട, അതേ കഷണ്ടി. അപ്പോൾ അതുപോലെ ഈ വര എങ്ങനെയാണ് എഴുത്തിന് പിന്നീട് സംവിധാനത്തിനൊക്കെ സഹായിച്ചിട്ടുള്ളത്? എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തിരക്കഥ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷ്വൽ ഉണ്ടാവുമല്ലോ. ഈ വിഷ്വൽ വേറൊരു ഡയറക്ടർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ കണ്ട വിഷ്വലേ ആയിരിക്കത്തില്ല, അത് വേറൊരു വിഷ്വലായിരിക്കും, വേറൊരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ കണ്ട പോലെ ആകണമെന്ന് ഞാൻ ശഠിക്കുന്നത് ഒട്ടും ശരിയല്ല. കാര്യം വെച്ചാൽ ഞാൻ കാണുന്ന പോലെ വേറെ ആൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു അടി പോലും അതിന് പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രം എന്ന മനസ്സിൽ വരുമ്പോഴേ അതിൻ്റെ കാരിക്കേച്ചറായിട്ട് മനസ്സിൽ വരും. ഈ കാരിക്കേച്ചർ പലപ്പോഴും വരുന്ന ഇതുപോലെ ഡ്രോയിങ്ങിൽ എനിക്ക് തന്നെ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു നല്ലൊരു വളരെ സോളിഡായിട്ടുള്ള പിക്ചറായിട്ട് കിടക്കും. ഈ വരച്ചത് വെച്ചുകൊണ്ട് നമുക്ക് ആളിനെ, ഇപ്പം സലീം കുമാറിൻ്റെ കാര്യം പറഞ്ഞാൽ വെച്ചുകൊണ്ടൊക്കെ ആളിനെ അന്വേഷിക്കാനും പറയാം, ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനൊക്കെ പറ്റും. സാധാരണ മലയാള സിനിമയിൽ സാധാരണമല്ലാത്ത ഒരു കാര്യമാണ് ഈ ഫ്രെയിമുകൾ വരയ്ക്കുക എന്ന് പറയുന്നത്. അത് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അല്ല, അതപ്പോൾ ഈ ഓരോ ഷോട്ടുകളും വരയ്ക്കുക. ഞാൻ ചെയ്യാറുള്ളത് അതിങ്ങനെ സ്കെച്ച് ചെയ്യും, ക്യാമറ മൂവ്മെൻറ്റ് കാണിച്ചിട്ട്. കാരണം നമ്മളത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും കഥാപാത്രം മൂവ് ചെയ്യുന്നത്, ഏതെല്ലാം സെറ്റപ്പുകളിലൂടെയാണ് ഇതെടുക്കാൻ പോകുന്നത്. ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാമറ വെച്ചിട്ട് അവിടെ ലൈറ്റപ്പ് ചേർക്കുന്നതിന് ഒരു സെറ്റപ്പ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ കൂടി എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള സ്കെച്ചുകൾ തയ്യാറാക്കും. ചിലർ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഗ്രൗണ്ട് പ്ലാൻ ചെയ്യുന്നവൻ്റെ കൂട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ചിലർ ചെയ്യുന്നത് കഥാപാത്രത്തിൻ്റെ പിന്നെ പ്രൊഫൈലും പടമൊക്കെ വരച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അത് അവനവൻ്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ചിത്രകാരന്മാർക്കാണ് അത് ചെയ്യാൻ കൂടുതൽ സൗകര്യമുള്ളത്. സ്റ്റോറി ബോർഡിംഗ് ഇന്ന് ലോക സിനിമയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ്. യന്ത്രൻ എന്ന രജനീകാന്ത് സിനിമയുടെ ചിത്രീകരണത്തിന് മുൻപ് അതിൻ്റെ ഒരു പൂർണ്ണകായ നഖചിത്ര രൂപം സംവിധായകൻ സൃഷ്ടിച്ചിരുന്നു. യന്ത്രൻ പോലെ ഒരു സിനിമയ്ക്ക് അത് ആവശ്യമായിരിക്കും, അത് കൂടുതൽ നന്നായിരിക്കും. കാരണം അതിൽ ഈ മനുഷ്യ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ റോബോട്ടും ഒക്കെയാണല്ലോ. അപ്പം അതിൻ്റെ ചിത്രീകരണ രീതിയും അതെ, കൂടുതൽ സ്പെഷ്യൽ ഇഫക്ട്സാണ്. അപ്പോൾ ഇത്തരം സ്പെഷ്യൽ ഇഫക്ട്സൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറി ബോർഡും അനിമേറ്റഡ് സ്റ്റോറി ബോർഡും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വേണ്ടത്ര ഇഫക്റ്റീവ് ആകൂ. വരയുടെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരാം. ഈ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ വരച്ചത് ബാബു. ഡയറക്ടേഴ്സിന് സാധാരണ ഗതിയിലൊരു കൊള്ളാവുന്ന റൈറ്ററും കൂടി ഡയറക്ടർ ആവാന്നുള്ള ഒരു അങ്കലാഭം ഉണ്ടാവും. ഇവന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് പറയാൻ റെഡി ആയിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയ സംവിധായകർ, ഞാനടക്കമുള്ളവർ
ഇങ്ങനെ കച്ചകെട്ടി ഇരിക്കുകയായിരിക്കും. സംവിധായകനാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അത്രയും ഡയറക്ടേഴ്സിൻ്റെ മുമ്പിലെങ്കിലും ഞാൻ അത് വെറുതെ ചെയ്തതല്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്തായിരുന്നു പ്രിപ്പറേഷൻസ്? ആദ്യം പ്രാർത്ഥനയായിരുന്നു. ഞാൻ ആദ്യം സിനിമയുടെ സ്ക്രിപ്റ്റ് DTP കോപ്പി എടുത്തിട്ട് പിന്നെ മ്യൂസിക് ഡയറക്ടർക്ക് അഫ്സൽ യൂസഫ് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു. മൂപ്പർക്ക് വായിക്കാൻ ബ്ലൈൻഡായിട്ടുള്ള ആളുണ്ട്. പിന്നെ FX സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന രംഗനാഥ് രവി എന്ന് പറഞ്ഞ ചങ്ങായിരുന്നു. മൂപ്പർക്ക് സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് മൂപ്പര് ഒരു സജഷൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയാൽ നന്നായിരിക്കും, അപ്പോൾ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സജഷനൊക്കെ പുള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ RR ചെയ്ത ആളിന് ബുക്ക് എടുത്ത് വെച്ചാൽ ഇതിൻ്റെ കുഴപ്പം കൊണ്ട് ഇനി ആരും ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരിക്കാൻ എന്ന രീതിയിൽ എല്ലാം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ സമയം പിന്നെ ഉണ്ട്. അപ്പം പിന്നെ എല്ലാ മിക്ക ആർട്ടിസ്റ്റുകൾക്കൊക്കെ വായിക്കാൻ സമയം കിട്ടുന്നവർക്കും പിന്നെ എല്ലാം പുതിയ ആൾക്കാരായിരുന്നു ബഹുഭൂരിപക്ഷം. മമ്മൂക്ക അടക്കമുള്ള ആൾക്കാർ ഇത് എങ്ങനെ വരുമെന്നറിയാത്തതുകൊണ്ടായിരിക്കാം സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു. അല്ല, അത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒരു സെറ്റിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ സഹായം തന്നെയാണ്. സിനിമ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സിനിമ നമുക്കെനിക്ക് ഒരു മുഴുവൻ ബേജാറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചിലൊരു തിരക്കഥ എഴുതാൻ വേണ്ടി നമ്മൾ ഒരു കഥ പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഒരു ഡയറക്ടറെ അടുത്ത് പറഞ്ഞു, ഡയറക്ടർ അത് ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്കൊരു ആക്ടറെ സമീപിക്കാം, ആക്ടറെ അടുത്ത് പറഞ്ഞ് ആക്ടർ ആ കഥ ഓക്കെ നമുക്ക് തുടങ്ങാം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ബേജാറെന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞ കഥയുടെ അതേ ഹൈറ്റിലേക്ക് ഈ 70 സീനുകൾ അല്ലെങ്കിൽ 60 സീനുകൾ എത്തിക്കുക എന്നുള്ളൊരു ബേജാറുണ്ട്. അതിനുവേണ്ടി നമ്മളിങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു അതിനുവേണ്ടി ഇങ്ങനെ ഇതിന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞൊരു ഒരു ശീലം എനിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൂടെയാണ് പോകുന്നത്, നമ്മളറിയാണ്ട് തന്നെ പോകുന്നത്. അതായിരിക്കാം നമുക്ക് ദൈവം തന്നൊരു കഴിവെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തി ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്കിപ്പം എൻ്റെ കാറ് കണ്ടാൽ തന്നെ അറിയാം, എൻ്റെ എല്ലാ ഭാഗത്തും പോറലുകളും തട്ടലും മുട്ടലും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും അങ്ങ് ഇൻവോൾവ് ആകാൻ പറ്റത്തില്ല. അത് നമ്മൾ ബോധപൂർവ്വമല്ല. ഇപ്പോൾ വീട്ടിലായാലും ഇതുപോലെ കുട്ടികളുടെ അടുത്തവും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ടത്ര സ്പിരിറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ലാഴിക ഉണ്ടാവാം.